ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഞാൻ 1 കിലോ ഉള്ളി അരിയാൻ പോവാണ് കേട്ടോ. അതാ കുറച്ച് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, ബാക്കി ഞാൻ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് എന്തിനാണ് ഈ ഉള്ളി അരിയാൻ പോകണം അറിയാം? നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു ഉള്ളിവട എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകണ ഉള്ളിവട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഉള്ളിവട തന്നെയാണ്. പക്ഷേ ടേസ്റ്റോ അത് ഞാൻ ഗ്യാരണ്ടി ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം ആ വ്യത്യസ്തമായിട്ടുള്ള ഉള്ളിവട ഉണ്ടാക്കാം. അപ്പം വേഗം ഉള്ളി അരിയാം. അപ്പോൾ അതാ നമ്മൾ ഉള്ളി മുഴുവൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെയാണ് ഈ എടുത്ത് വെച്ചത്. ഞാൻ പറഞ്ഞുതരാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചിക്കൻ മസാല, മല്ലിച്ചപ്പ്, ഈ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ മല്ലിച്ചപ്പ് ഇതാ ഒരു പിടി അതിട്ട് കൊടുത്തു. നമ്മളിടാൻ പോണ ചിക്കൻ മസാല കേട്ടോ, ഇത് 2.5 സ്പൂണ്. പിന്നെ 4 വലിയ പച്ചമുളക് അരിഞ്ഞതാണേ, അതിട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനാണ്. ഞാൻ അതുപോലെ ഒരു പിടിയാണ് എടുത്തത്. അതുപോലെ പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, അതൊക്കെ നമ്മളെ ഇഷ്ടം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വല്ലാതെ പറഞ്ഞു തരണ്ടല്ലോ വെച്ചിട്ടാണേ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിതിൽ ഉപ്പ് ചേർക്കണം. അപ്പോൾ അതും കൂടി ചേർക്കാം കേട്ടോ. ഉപ്പ് ഇതിൽ നമ്മൾ നല്ലോണം നോക്കണം, ശ്രദ്ധിക്കൊക്കെ വേണം. കാരണം ഇങ്ങനത്തെ ഈ പലഹാരങ്ങളിലൊക്കെ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെന്താ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ കുഴച്ച് മിക്സാക്കുക. അപ്പോൾ ആ പരിപാടി ചെയ്യുകയാണേ. ഈ ഒരു മിക്സിങ്ങിലാണ് ഈ ഉള്ളിവടേൻ്റെ സീക്രട്ട് ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചോണ്ടു. പിന്നെ ഈ ഉള്ളി എന്നൊക്കെ പറയുമ്പോഴേ അത് അരിയുമ്പോൾ എത്രത്തോളം നമുക്ക് നൈസാക്കി അരിയാൻ പറ്റും അത്രത്തോളം നൈസാക്കി അരിയണേ. എന്നാലാണ് ഈ ഉള്ളിവടയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഇങ്ങോട്ട് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതാ നല്ലപോലെ കുഴച്ച് മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഏതാ സ്മെല്ല്! ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷേ തിന്നാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതൊരു 15 മിനിറ്റ് വരെ നമ്മളിത് മാറ്റി വെക്കണം. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇതിലുള്ള ഈ മസാല ഇതൊക്കെ ഒന്നുകൊണ്ട് സെറ്റായിട്ട് ഉള്ളി നീരൊക്കെ ഇത് നിങ്ങൾ ഉണ്ടായി വരും. ആ നീര് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതൊരു 5 മിനിറ്റ് വരെ അവിടെ മാറ്റി വെക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ കണ്ടില്ലേ, വെള്ളം ഇതിലിങ്ങനെ ഊറി വന്ന് നിൽക്കണ ഈ ഉള്ളീൻ്റെ ആ വെള്ളം മതി. ഇതിക്ക് വേറെ ഒരു വെള്ളവും ചേർക്കണ്ട നമ്മൾ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഇതിക്ക് നമ്മളെ പൊടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സാധാരണ എന്താ ഉള്ളിവടയിൽ ചേർക്കുക? മൈദപ്പൊടി അല്ലേ? അപ്പോൾ ഞാൻ മൈദപ്പൊടിയല്ല ചേർക്കാൻ പോണേ. ഞാൻ പറഞ്ഞ ആ പ്രത്യേകതയുള്ള പൊടി എന്താ, ആട്ടയാണ് ചേർക്കാൻ പോണേ. അതായത് നമ്മളെ സാധാരണ ഗോതമ്പ് പൊടി, നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ അടിപൊളി ഉള്ളിവട തയ്യാറാക്കാൻ പോണേ. അപ്പോൾ ഞാനിത് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഒരു 8 സ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കാൻ പോണേ. 2, 3, 4. അപ്പോൾ നമ്മൾ 8 സ്പൂണ് ചേർത്ത് വന്നിട്ട് നല്ലപോലെ കുഴക്കട്ടെ. നമ്മൾ നല്ലപോലെ അതേപോലെ കൈ കൊണ്ട് കുഴക്കണേ. എന്നിട്ട് നമ്മൾ നോക്കുക, അത് എല്ലാവർക്കും അറിയും. കാരണം ഈ ഉള്ളിവടയിലുള്ള ഈ വെള്ളത്തിൽ ചിലപ്പോൾ ചില ഉള്ളികളൊക്കെ നീര് കൂടുതലുള്ള ഉള്ളിയാവുമല്ലോ. അപ്പം നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും ഈ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം മൈദപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് ഉണ്ടാക്കണേ. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് നോക്കുക, വെള്ളം കൂടുതലായിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ആട്ടപ്പൊടി ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഈ 8 സ്പൂണ് ചേർത്തത് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ആ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ കുഴയ്ക്കാൻ കിട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഒരു ഉള്ളിവടേൻ്റെ ഷേപ്പ് അറിയാലോ, ആ രീതിക്ക് ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേ രീതിക്ക്. എന്നിട്ട് ഇതുപോലെ നമ്മൾ പരത്തി വെച്ചില്ലേ, ഇതുപോലെ ഇതൊരു പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് ഇതേപോലെ ഇതിന് ഇങ്ങനെ മാവ് എടുക്കുക, ഇതേപോലെ ഉണ്ട പിടിക്കുക, ഇങ്ങനെ പരത്തുക. സിമ്പിൾ. ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ അതാ ഉള്ളിവടേൻ്റെ ആകൃതിയിൽ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക്, അതായത് ചിക്കൻ്റെ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അബ്ദുൾ ലത്തീഫ് പറഞ്ഞൊരു ഇക്കയാണ് നമുക്ക് കമൻറ്റ് പറഞ്ഞു തന്നത്. അപ്പോൾ ആ കമൻറ്റിൽ പറയുന്നത് ഇതാണ്, ഈ ഗ്യാസ് അടുപ്പ്, അതായത് അന്ന് ഞങ്ങൾ മേശേൻ്റെ മുകളിൽ ഉയരത്തിലെന്ന് വെച്ചിരുന്നത്. അപ്പോൾ ഉയരത്തിൽ വെക്കരുത്, ശ്രദ്ധിക്കണം, അപകടം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കമൻറ്റ്സ് ഇക്ക ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇക്കേൻ്റെ കമൻസിനെ മാനിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ താഴത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളിവട പൊരിച്ചെടുക്കാൻ പോണേ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് തന്ന ഇക്കയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതോടെ വെക്കുകയാണ്. ഇനി വേഗം ഗ്യാസൊക്കെ കത്തിച്ച് നമുക്ക് വേഗം അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ. ഇനി വേഗം ചട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാന് നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളിവടകൾ ഓരോന്നോരോന്നായിട്ട് ഇതിക്ക് പെറുക്കി കൊടുക്കും.
ഇട്ട് അപ്പം തന്നെ മറിച്ചിടരുത് കേട്ടോ. 2 സെക്കൻഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മളിത് സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേവിക്കാം. സിമ്പിൾ. നമ്മൾ ഉള്ളിവട ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ കരിയാൻ സമ്മതിക്കണ്ട. ഇത് കോരി മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നോക്കി ഞങ്ങളെല്ലാവരും എന്താ ഇതിൻ്റെ ഒരു ഭംഗിയില്ലേ? ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല മണം വരുന്നുണ്ട് ഇതേ ഉള്ളിവടേൻ്റെ. മനു, നമുക്ക് മണം വരുന്നുണ്ടോ? നമുക്ക് മണത്തിലേറെ കൊതിയാവും വരിക. അപ്പം നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. അത് ഇവിടെ വയ്ക്കട്ടെ. അപ്പം നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് ഇതാ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ അടിപൊളി ഉള്ളിവട ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാതെ ആ കൊതി പിടിച്ചിങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അമ്മ വന്നിട്ടുണ്ട്. അമ്മേനെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഏതോ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു അമ്മ എവിടെ ഷൈനി എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അമ്മേനെ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അമ്മ ഇവിടെയുണ്ട്. അപ്പോൾ 2 വർത്തമാനം പറയും. ഉള്ളിവട കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഉള്ളിവട കണ്ടിട്ടൊക്കെ സൂപ്പറല്ലേ? ഇനി എന്താ പിന്നെ കഴിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാ വേഗം നിങ്ങൾ തന്നെ കഴിച്ചോളി. ഉള്ളിവട എല്ലാവരും ഉണ്ടാക്കും, പക്ഷെ ഇതിന് പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കണ്ടേത് അതൊക്കെ. എന്നാ എടുത്തോളി. കിച്ചൊക്കെ കൊതി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി സോസിലൊക്കെ നല്ലോണം മുക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഇരിക്കമ്മ, എടുത്തോളി. പറിച്ചൊക്കെ ഒന്ന് നോക്കല്ലേ എങ്ങനെയുണ്ട് ആദ്യം കാണണല്ലേ? അതൊന്ന് കാണാം. കഴിച്ചു. കിച്ചു എങ്ങനെയുണ്ട്? അടിപൊളി. അച്ഛമ്മി എങ്ങനെയുണ്ട്? അടിപൊളി. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ്. ഓ, നമ്മള് വിജയിച്ചിട്ടോ ഗൈസ്. അമ്മ പറയും. അപ്പം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഞാനും ഇതേപോലെ ഒന്ന് ഇത് അടിപൊളിയാക്കിയിട്ട് ഒരു കഷ്ണം പൊട്ടിച്ചിട്ടുണ്ട്. സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. ഓ, അങ്ങനെ ഉണ്ടാക്കി ഞാൻ തന്നെ അതിൻ്റെ അഭിപ്രായം പറയാതിരിക്കാൻ വയ്യ ഫ്രണ്ട്സ്. അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്. അതാണ് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതായത് ഗോതമ്പ് പൊടിയിലാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയത്, അപ്പോൾ ഉറപ്പുണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു. അപ്പോൾ ചോയ്ക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? അല്ല, ഒറിജിനൽ ഉള്ളിവടേൻ്റെ ചോയ തോന്നുന്നുണ്ട്. അപ്പം അതാണ്. അപ്പം നമ്മൾ വിജയിച്ചു കേട്ടോ. സോഫ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ഉണ്ട്. അടിപൊളി. കുച്ചുവിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ മഴ ഇങ്ങനെ 1-2 തുള്ളി നിറഞ്ഞിട്ട് ഇങ്ങനെ വീണ് തുടങ്ങിയിരുന്നു. അപ്പം ഇനി ചായ കൂടി ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ മുഖം ഇച്ചിങ്ങനെ ഉള്ളിവടയിൽ മയങ്ങി പോകണ്ട് തോന്നുന്നുണ്ട്. പറയാല്ല. അയ്യോ, പൊളി. നിഷ്കളങ്കമായ ഈ ഇതാണ് നമുക്ക് വേണ്ടത്. നന്നാ തട്ടമേൻ്റെ വക. ഉള്ളിവട തിന്നിട്ട് ഉറങ്ങിപ്പോവുക അല്ലേ? ഇനി അച്ചുമിക്ക് പൊളിച്ചില്ലേ? അപ്പൊ അച്ചയ്ക്കും താട്ടിനും നിർത്തിക്കണ്ടേ? അച്ചയ്ക്കൊക്കെ പിന്നെ ഉണ്ടാക്കാന്ന് എല്ലാവർക്കും കൊടുക്കണ്ടേ? അവർക്കൊക്കെ പിന്നെ കൊടുക്കല്ലേ? ഇത് നമുക്ക് തിന്നല്ലേ? ഓക്കെ.
പൊട്ടിച്ച് വലിക്കും. ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ കൊടുത്താൽ മതി, ആർക്കും കൊടുക്കണ്ട, എടുത്തേക്കണ്ട, അതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവർ ആക്ഷനിൽ ഭാവനയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ഉള്ളിവടേൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇനി ഇങ്ങനത്തെ ഉള്ളിവട, അതായത് ഗോതമ്പ് മാവിൽ ഉള്ളിവട ഉണ്ടാക്കി കഴിച്ചവരുണ്ടാവാം, ഓർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാത്തവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. ഇതേപോലെ ഉള്ളിവട ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിക്ക് വേഗം അംഗമായി വരിക കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം, എന്നാലാണ് നമ്മളിരുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം, ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി തിന്നോളി. ചിന്നു ഇതൊരു മത്സരാക്കി മാറ്റണ്ട. അറിയില്ല, അമ്പടി കൊച്ചു ഗള്ളി. കിച്ചന് പിന്നെ എണ്ണൊന്നും ഓർമ്മയില്ല, കിച്ച അങ്ങനെ തിന്നുണ്ട് പാവം. എല്ലാവർക്കും ടാറ്റ അടിക്കി.